1980 നവംബർ 16 ജയന്റെ അവസാന ദിവസം എങ്ങനെയായിരുന്നിരിക്കാം എന്ന് ആലോചിച്ചിട്ടുണ്ട്. സാധാരണ പോലെ തിരക്കുകളിലേക്ക് വീണു പോകുന്ന ഒരു ദിവസം മാത്രമായിരിക്കാം എന്ന് അദ്ദേഹം ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവാം. തന്റെ ജീവിതത്തിൽ വെറും മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നും കാലയവനികയ്ക്ക് പുറകിലേക്ക് പോകാൻ സമയമായെന്നും അറിയാനുള്ള കഴിവുകൾ മനുഷ്യർക്കില്ലല്ലോ. എങ്കിലും ചില ദുസൂചനകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നിരിക്കാം. കണ്ണുകളടയ്ക്കുമ്പോൾ ജയന്റെ അവസാന ദിവസം കുറച്ച് വരികളായി തെളിയുന്നു. കടലാസിൽ പകർത്തിയത് ആരാധകർക്കായി വായിക്കുന്നു. 1980 നവംബർ 16. കാർമേഘം മൂടിക്കെട്ടിയ മദ്രാസ് നഗരം. ഇടയ്ക്കിടെ പെയ്യുന്ന ചാറ്റൽ മഴ. പീരുമേട്ടിൽ നിന്നുള്ള യാത്രയുടെ ക്ഷീണമുണ്ടെങ്കിലും ജയൻ അദ്ദേഹത്തിന്റെ ദിവസവും രാവിലെയുള്ള വ്യായാമം മുടക്കിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാം ഗ്രൂവ് ഹോട്ടലിന്റെ 3-ാം നിലയിലെ 407-ാം നമ്പർ മുറിയുടെ മുന്നിലുള്ള കോറിഡോറിൽ ജയൻ ഒരു കസേരയിട്ടിരുന്നു. ജയന്റെ പ്രിയപ്പെട്ട സ്ഥലമാണത്. ഒഴിവു സമയങ്ങളിലൊക്കെ ജയൻ അവിടെയിരിക്കും. വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കും. അത് ഹോട്ടൽ ജോലിക്കാർക്കും ആ ഫ്ലോറിലെ താമസക്കാർക്കുമൊക്കെ അറിയാം. അപ്പോൾ ആരും തന്നെ ജയനെ ശല്യപ്പെടുത്തുകയില്ല. ദൂരെ എവിടെയോ ഇടിമുഴങ്ങുന്നു. ഷോലാവാരം ലൊക്കേഷനിൽ മഴയും കാറ്റും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഒരുപാട് പേരുടെ കഷ്ടപ്പാട് വെറുതെയാകും. നിർമ്മാതാക്കൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകും. തനിക്ക് 2 ദിവസത്തിനുള്ളിൽ പീരുമേട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ജയന്റെ മനസ്സ് ആകുലപ്പെട്ടു. എങ്ങു നിന്നോ വന്ന ഒരു തണുത്ത കാറ്റ് ജയനെ കുളിരണിയിച്ചു. മദ്രാസിൽ തണുപ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോറിഡോറിന്റെ അറ്റത്ത് ഒരു കാൽപെരുമാറ്റം. ഡ്രൈവർ സുരേന്ദ്രനാണ്. എപ്പോഴാണ് പോകേണ്ടത് എന്ന് അറിയാൻ വന്നതാണ്. സുരേന്ദ്രൻ, നമുക്ക് 11 മണിക്ക് പുറപ്പെടാം. ശരി സാർ. ജയൻ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്നു. പുറത്ത് സൂര്യൻ ഒളിച്ചു കളിക്കുന്നു. ഇടയ്ക്കിടെ വന്നു പോകുന്ന ചാറ്റൽ മഴ, ദൂരെ നിന്ന് കേൾക്കുന്ന ഇടിമുഴക്കത്തിന്റെ ശബ്ദം, വരാന്തയിലൂടെ കടന്നുപോകുന്ന ചൂളം വിളിക്കുന്ന കാറ്റ്. ജനാലകൾ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. ജയന് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി. മനസ്സ് ദുർബലമാകുന്നതുപോലെ. ഇന്നത്തെ യാത്രയ്ക്ക് ഉള്ളിൽ നിന്നും ആരോ വിലക്കുന്നത് പോലെ. തന്റെ ഉള്ളിലെ ചിന്തകൾ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ നിന്നും ജയൻ ചെറിയ കണ്ണാടിയെടുത്ത് മുഖത്തോടടുപ്പിച്ചു. പക്ഷെ തന്റെ മുഖം അതിൽ പതിയുന്നതിന് മുമ്പ് ആ കണ്ണാടി കയ്യിൽ നിന്നും വഴുതി തറയിൽ ചിന്നിച്ചിതറി. ജയൻ താഴേക്ക് നോക്കി. തന്റെ മുഖത്തിന്റെ പ്രതിബിംബം തകർന്നു കിടക്കുന്നു, പല കഷണങ്ങളായി, തിരിച്ചറിയാനാവാത്ത വിധം. ജയൻ തന്റെ ബെഡിലിരുന്നു. എന്തൊക്കെയോ ദുശകനങ്ങൾ, തളർന്നു പോകുന്ന മനസ്സ്, പുറകോട്ട് വലിക്കുന്ന ചിന്തകൾ. പക്ഷേ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് പറഞ്ഞ് എല്ലാം മാറ്റിവെക്കാൻ കഴിയുമോ? തന്നെ വിശ്വസിച്ച് സിനിമാ വ്യവസായത്തിൽ പണം മുടക്കിയ എത്രയെത്ര മനുഷ്യരാണ് മദ്രാസിലും കേരളത്തിലുമായി കാത്തിരിക്കുന്നത്. പോകാതിരിക്കാൻ കഴിയില്ല. താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ജയൻ സാവധാനം എഴുന്നേറ്റ് വീണ്ടും ഡ്രസ്സിംഗ് ടേബിളിലേക്ക് നടന്നു. 11 മണി. 3-ാം നിലയിൽ നിന്നും വളഞ്ഞു പോകുന്ന റാമ്പിലൂടെ ജയൻ പാം ഗ്രൂവ് ഹോട്ടലിന്റെ ലോബിയിലേക്ക് നടന്നു. ജയന്റെ പ്രിയപ്പെട്ട വെയിറ്റർ മുത്തു ജയന് വഴി കൊടുത്ത് ഒതുങ്ങി നിന്നു. കാലേ വണക്കമെണ്ണ. വണക്കം മുത്തു, എപ്പടി ഇരിക്ക്? സൗഖ്യ അണ്ണ. മുത്തു മലയാളം നന്നായി സംസാരിക്കും. സർ, ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ കാണുമോ? ഇന്ന് ഡേ ഷൂട്ടാണ്. നീ ഡിന്നർ തയ്യാറാക്കിക്കോ. ഓക്കെ സർ. മുത്തുവിന് സന്തോഷമായി. മുത്തുവിന്റെ എല്ലാമാണ് ജയൻ സാർ. മലയാളത്തിലെ പെരിയ സ്റ്റാറിനെ വല്ലപ്പോഴുമാണ് മുത്തുവിന് സ്വകാര്യമായി കിട്ടുക. ജയൻ സാർ അവന് ചെയ്തിരിക്കുന്ന സഹായങ്ങൾക്ക് കണക്കില്ല. താഴേക്ക് നടന്നു പോകുന്ന അവന്റെ സാറിനെ മുത്തു നോക്കി നിന്നു. മുത്തു മനസ്സിൽ മന്ത്രിച്ചു, ജയൻ സാർ എത്ര നല്ല മനിതൻ. ലോബിയിൽ നല്ല തിരക്കാണ്. വിന്റർ ആകുന്നതോടെ ഹോട്ടൽ റൂമുകൾ ഫുള്ളാകും. മദ്രാസിലെ പാം ഗ്രൂവ് ഹോട്ടലിന് സിനിമാ ഹോട്ടൽ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും മലയാളത്തിലെയും ഒക്കെ ഒരുപാട് താരങ്ങൾ തുടക്കകാലത്ത് ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. മിക്കവരും പിന്നീട് വലിയ താരങ്ങളാകുമ്പോൾ മറ്റു ഹോട്ടലുകൾ തേടിപ്പോകും. പക്ഷേ ജയൻ മാത്രം അവിടെ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ജീവനക്കാർക്കൊക്കെ ജയന്റെ വളർച്ച കാണാപ്പാടമാണ്. സിനിമയിൽ അവസരങ്ങൾ തേടി കോടമ്പാക്കത്തലഞ്ഞ് ജയൻ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ കഥ. ജയൻ റിസപ്ഷനിലേക്ക് നോക്കി പുഞ്ചിരിച്ച് കൈവീശി. എല്ലാവരും ജയന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പുറത്ത് സുരേന്ദ്രൻ കാറുമായി കാത്തു നിൽപ്പുണ്ട്. ആകാശം ഒന്ന് തെളിഞ്ഞിരിക്കുന്നു. കാർമേഘങ്ങൾ മറ്റെങ്ങോട്ടൊക്കെയോ ഓടി ഒളിച്ചതുപോലെ. ഇടിമുഴക്കങ്ങളുടെ ശക്തി കുറഞ്ഞതുപോലെ. അന്തരീക്ഷം തെളിഞ്ഞപ്പോൾ മനസ്സിലെ കാർമേഘങ്ങളും മാഞ്ഞു പോയതുപോലെ. 1 മണിക്കൂർ യാത്രയുണ്ട് ഷോലാവാരത്തേക്ക്. ജയൻ തനിക്കിഷ്ടപ്പെട്ട പാട്ടുകളടങ്ങിയ ഒരു കാസറ്റ് ഇട്ട് പ്ലേ ചെയ്തു. നസീർ സാർ അഭിനയിച്ച
രാജഹംസം സിനിമയിലെ മനോഹര ഗാനം ഒഴുകിയെത്തി. വയലാർ ദേവരാജൻ ടീമിന്റെ സൂപ്പർ ഹിറ്റ് ഗാനം ജയൻ കണ്ണടച്ച് പാട്ടിൽ മുഴുകിയിരുന്നു. ഒരു കൈ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ താളം പിടിച്ചുകൊണ്ടിരുന്നു. ഷോലാവാരത്തേക്ക് കാർ സാവധാനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജയൻ സാറിന് ഒരു വിധത്തിലും ശല്യമുണ്ടാകാത്ത രീതിയിൽ സുരേന്ദ്രൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഷോലാവാരം അടുക്കുംതോറും തെളിഞ്ഞ ആകാശത്ത് കാർമേഘങ്ങൾ വലവിരിക്കാൻ തുടങ്ങി. മഴത്തുള്ളികൾ കാറിന്റെ ചില്ലിൽ ഇടയ്ക്കിടെ പതിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഷോലാവാരം എയർ സ്ട്രിപ്പ്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള എയർ സ്ട്രിപ്പിനുള്ളിലേക്ക് ജയന്റെ കാർ പ്രവേശിച്ചു. കാർ എയർ സ്ട്രിപ്പിനുള്ളിലെ കോളിളക്കം സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. അങ്ങ് ദൂരെ സിനിമാ സെറ്റ്. നിരവധി താൽക്കാലിക ടെന്റുകൾ ഉയർന്നു നിൽക്കുന്നു. ഒരുപാട് പേർ ജോലിയിൽ വ്യാപൃതരായി ഓടി നടക്കുന്നു. ജയൻ കാറിനുള്ളിലെ പാട്ടിൽ മുഴുകിയിരുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഷൂട്ടിംഗ് സെറ്റിനടുത്തായി ഡ്രൈവർ കാർ നിർത്തി. ജയൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി സെറ്റിലേക്ക് നടന്നു. തന്റെ ജീവിതത്തിന്റെ തന്നെ ക്ലൈമാക്സ് ആണ് ഇതെന്നറിയാതെ കോളിളക്കത്തിന്റെ സെറ്റിലേക്ക് ജയൻ നടന്നു. സെറ്റിന്റെ ഒരു വശത്ത് ഭീമാകാരനായ ഹെലികോപ്റ്റർ ജയനു വേണ്ടി കാത്തുകിടന്നു. ജന്മം കൂടി എനിക്ക്